Okay, our next topic is principal stress and shear stress acting on a dam. ഇതൊരു ഡാമിന്റെ ക്രോസ് സെക്ഷൻ ആണ് കാണിച്ചിരിക്കുന്നത്. ഈ ഡാമിനകത്തോട്ട് ആക്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്സും ഷിയർ സ്ട്രെസ്സിന്റെയും ഇക്വേഷൻസ് ആണ് ഇന്ന് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഡെറിവേഷന് വേണ്ടി നമ്മൾ ഒരു ചെറിയൊരു എലമെന്റ് ഡാമിൽ നിന്നും കൺസിഡർ ചെയ്യുക. അതിന് നമുക്ക് ഹീൽ പോർഷൻ, ദാറ്റ് ഈസ് അപ്സ്ട്രീം പോർഷൻ എടുക്കുക, അല്ലെങ്കിൽ ടോപ്പ് പോർഷൻ, ഡൗൺ സ്ട്രീം പോർഷൻ വേണേലും എടുക്കുക. ഞാനിപ്പോൾ എടുക്കാൻ പോകുന്ന ഡൗൺ സ്ട്രീം സൈഡിലെ ഒരു ചെറിയൊരു പോർഷനാണ് നമ്മൾ ഈ ഒരു ഡെറിവേഷന് വേണ്ടി കൺസിഡർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ടോയിലെ ഒരു ചെറിയൊരു എലമെന്റ് ആണ് ഇവിടെ എടുക്കാൻ പോകുന്നത്. അപ്പം ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ ആണ് പ്രിൻസിപ്പൽ സ്ട്രെസ്സിനും ഷിയർ സ്ട്രെസ്സിനും ഡിറൈവ് ചെയ്യാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഡൗൺ സ്ട്രീം സൈഡിൽ ഫിഗർ ആണ്. അപ്പോൾ ഒരു എലമെന്ററി പ്രൊഫൈല് ABC കൺസിഡർ ചെയ്യുക. ലെങ്ത് ഓഫ് AB എന്ന് പറയുന്നത് DR ആണ്. ലെങ്ത് ഓഫ് AC ഈസ് DS. ലെങ്ത് ഓഫ് BC ഈസ് DY. അപ്പോൾ ഒരു ട്രയാങ്കുലർ എലമെന്റിന്റെ 3 സൈഡ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി ഈ തന്നിരിക്കുന്നതിനകത്ത് ഇത് ഡൗൺ സ്ട്രീം പോർഷൻ ടോ സൈഡിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ടോയിൽ ഏറ്റവും താഴെ ചിലപ്പോൾ വാട്ടർ കാണാം. അതിന് ഡൗൺ സ്ട്രീം സൈഡിന്റെ വാട്ടറിന് പറയുന്ന പേരാണ് ടെയിൽ വാട്ടർ. ടെയിൽ വാട്ടർ ഉണ്ടെങ്കിൽ ആ വാട്ടറിന്റെ ഒരു സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ഇന്റൻസിറ്റി ഓഫ് വാട്ടർ പ്രഷർ ആ ഫേസിലോട്ട് നമുക്ക് ആക്ട് ചെയ്യും. അപ്പോൾ ഇവിടെ P എന്ന് എടുത്തിരിക്കുന്നത് PDS അല്ല, ജസ്റ്റ് P എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് വാട്ടർ പ്രഷർ ആക്ടിങ് ഓൺ ദ ഫേസ് AC. ദെൻ AB എന്ന് പറയുന്നത് നമ്മൾ പ്രിൻസിപ്പൽ പ്ലെയിൻ ആയിട്ട് എടുത്തിരിക്കുന്ന AB പ്ലെയിൻ ആണ്. ദാറ്റ് ഈസ് മേജർ വാട്ടർ ഫോഴ്സ്. അപ്സ്ട്രീം സൈഡിലാണ് കൂടുതൽ വാട്ടർ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ആ വാട്ടർ പ്രഷർ പെർപെൻഡിക്കുലർ ആക്ട് ചെയ്യുന്ന ഫേസ് ആണ് AB വിത്ത് നോ അക്കമ്പൈനിങ് ഷിയർ സ്ട്രെസ്. ഓൾറെഡി നമുക്കറിയാം പ്രിൻസിപ്പൽ പ്ലെയിൻ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആക്ട് ചെയ്യാത്ത പ്ലെയിൻ പറയുന്ന പേരാണ് പ്രിൻസിപ്പൽ പ്ലെയിൻ. ദെൻ BC എന്ന് പറയുന്നത് അതിന്റെ ഏറ്റവും ബോട്ടം പോർഷൻ ആണ്. അവിടെ നമുക്കൊരു ഷിയർ ഡെവലപ്പ് ചെയ്യും. ഇപ്പൊ ഇങ്ങോട്ടൊരു ഫോഴ്സ് ഉണ്ടെങ്കിൽ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി അപ്വേർഡ് ആയിട്ടൊരു ഫോഴ്സ് ആക്ട് ചെയ്യും. അപ്പൊ ആ പ്ലെയിനെ നമുക്ക് ഷിയർ പ്ലെയിൻ, പ്രിൻസിപ്പൽ പ്ലെയിൻ ആയിട്ട് എടുക്കാൻ പറ്റത്തില്ല. അപ്പൊ ടോ എന്ന് പറയുന്ന ഒരു ഷിയർ സ്ട്രെസ് അവിടെ ആക്ട് ചെയ്യുന്നുണ്ട്. Okay, then consider an elementary triangular section at either heel or toe of the dam section such that the stress intensities are assumed to be uniform on its face. The face of the dam will be principal plane as water pressure acts on it in the perpendicular direction with no accompanying shear stress. ഓക്കെ, ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട് P. ഞാൻ നേരത്തെ പറഞ്ഞു P എന്ന് പറയുന്ന ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ആണ്, വാട്ടർ പ്രഷർ ആണ് ആക്ടിങ് ഓൺ ദ ഫേസ് AC. അപ്പോൾ അത് യൂണിഫോം ആയിട്ടാണ് ഈ ഫേസിൽ ഫുൾ ആക്ട് ചെയ്യുന്നത്. ഇനി AB എന്ന് പറയുന്ന പ്രിൻസിപ്പൽ പ്ലെയിൻ ആണ്. അപ്പോൾ അവിടെ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് എന്ന് പറയുന്നത് σ1, ദാറ്റ് ഈസ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പോൾ σ1 എന്ന് പറയുന്നത് ഈ പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന സ്ട്രെസ് ആണ് σ1. ഇനി ഷിയർ ആക്ട് ചെയ്യുന്ന പ്ലെയിനിലോട്ട് നമുക്കൊരു നോർമൽ സ്ട്രെസ് ഇവിടെ ആക്ട് ചെയ്യും. ദാറ്റ് ഈസ് PN എന്ന് പറയുന്നത് ഈ ഫേസിൽ ആക്ട് ചെയ്യുന്ന നോർമൽ സ്ട്രെസ് ആണ്. അപ്പൊ P എന്ന് പറയുന്നത് ഇന്റൻസിറ്റി ഓഫ് വാട്ടർ പ്രഷർ ആക്ടിങ് നോർമൽ ടു ദ ഫേസ് ഓഫ് ദി ഡാം. നോർമൽ എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ. σ1 എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ് ഓൺ പ്ലെയിൻ AB. ടോ ഈസ് ദ ഷിയർ സ്ട്രെസ് ഓൺ പ്ലെയിൻ BC ആൻഡ് PN ഈസ് ദ നോർമൽ സ്ട്രെസ്. ഇനി അപ്പോൾ ഒരു ഫേസ് എടുക്കുക. AC ഫേസ് കൺസിഡർ ചെയ്യുവാണെങ്കിൽ അവിടുത്തെ ലെങ്ത് നമുക്കറിയാം DS. ഇനി ഈ ഫേസിന് ഒരു 3D വരയ്ക്കുവാണെങ്കിൽ നമുക്കത് കിട്ടുന്നത് ഒരു റെക്ടാങ്കുലർ ഷേപ്പിലാണ്. ആ റെക്ടാങ്കുലർ ഷേപ്പിന്റെ ലെങ്ത് DS-ഉം ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 1 ആയിട്ട് എടുക്കുക. അങ്ങനെയാണെങ്കിൽ ആ ഫേസിന്റെ ഏരിയ DS × 1. അപ്പോൾ ഈ AC ഫേസിലോട്ട് ആക്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ AC എന്ന് പറയുന്ന പ്ലെയിനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എടുക്കുവാണെങ്കിൽ അവിടുത്തെ സ്ട്രെസ് ഇൻറ്റു ഏരിയ. അപ്പൊ P എന്ന് പറയുന്നതാണ് അവിടുത്തെ ഇന്റൻസിറ്റി ഓഫ് വാട്ടർ പ്രഷർ, അല്ലെങ്കിൽ അവിടുത്തെ സ്ട്രെസ് എന്ന് പറയുന്നത് P ആണ്. അതിന്റെ ഏരിയ എന്ന് പറയുന്നത് DS × 1 ആണ്. അങ്ങനെയാണെങ്കിൽ അവിടുത്തെ ഫോഴ്സ്, ഈ ഒരു പ്ലെയിനിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ് എന്ന് പറയുന്നത് സ്ട്രെസ് ഇൻറ്റു ഏരിയ, ദാറ്റ് ഈസ് P × DS × 1. 1 അവിടെ എഴുതിയിട്ടില്ല. അപ്പൊ നമുക്ക് ഇവിടുത്തെ ഫോഴ്സ് ആണ് P × DS. Similarly, the force acting on the face AB. ABയുടെ സ്ട്രെസ് എന്ന് പറയുന്നത് σ1 ആണ്. അവിടുത്തെ ഏരിയ DR × 1. ഇനി BCയിൽ ആക്ട് ചെയ്യുന്ന നോർമൽ ഫോഴ്സ് എന്ന് പറയുന്നത് PN × DY × 1. അപ്പോൾ ഇത്രയും ഫേസിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സസ് നമുക്ക് കിട്ടി.
ഇനി നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് ഈ ഒരു ഡാമിനകത്ത് ആക്ട് ചെയ്യുന്ന പ്രിൻസിപ്പൽ സ്ട്രെസ്. അപ്പോൾ ഓൾറെഡി പറഞ്ഞു സിഗ്മ 1 ഈസ് ദ പ്രിൻസിപ്പൽ സ്ട്രെസ്, Pn ഈസ് ടോ ഈസ് ദ ഷിയർ സ്ട്രെസ്. അപ്പോൾ സിഗ്മ 1ഉം ടോയും ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ഈ ഒരു ഡയഗ്രാം കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. ഈ ഡയഗ്രാം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കുക 90 ഡിഗ്രി വരുന്നത് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ് എടുത്തിരിക്കുന്നത്. 90 ഡിഗ്രി എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന ടോപ്പ് പോർഷനിലാണ്, 5 ആംഗിൾ അടുത്തത് 90 - 5. ഇപ്പൊ ഇത്ര നമുക്ക് കിട്ടും. ഇനി പറയാനുള്ളത് ഈ ഫോഴ്സസിനെല്ലാം നമ്മൾ ഹൊറിസോണ്ടൽ ആയിട്ട് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഷിയർ സ്ട്രെസ്സും കിട്ടും, വെർട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്യുകയാണെങ്കിൽ പ്രിൻസിപ്പൽ സ്ട്രെസ്സും കിട്ടും. അപ്പോൾ നമുക്ക് ഡെറിവേഷനിലോട്ട് പോകാം. അപ്പോൾ ഓൾറെഡി പറഞ്ഞു പി എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീമിൽ ആക്ട് ചെയ്യുന്ന ഇന്റൻസിറ്റി ഓഫ് വാട്ടർ പ്രഷർ, സിഗ്മ 1 പ്രിൻസിപ്പൽ സ്ട്രെസ് ഓൺ പ്ലെയിൻ എ ബി, ടോ ഈസ് ദ ഷിയർ സ്ട്രെസ്, Pn ഈസ് ദ നോർമൽ സ്ട്രെസ്. Then considering unit length of the dam. അപ്പോൾ എല്ലാ അനാലിസിസിനും നമ്മൾ ഡാമിന്റെ യൂണിറ്റ് ലെങ്ത് ആണ് കൺസിഡർ ചെയ്യുന്നത്. Then resolving all the forces in vertical direction. അപ്പോൾ ഓരോ ഫേസിലും വെർട്ടിക്കൽ ഡിറക്ഷനിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സസിനെ ഒന്ന് റിസോൾവ് ചെയ്യുക. ആദ്യമേ അപ്വേർഡ് ഫോഴ്സ് എടുക്കുവാണെങ്കിൽ Pn dy is the upward force. അപ്പോൾ Pn dy is equal to downward force എന്ന് പറയുന്നത് ഈ ഫേസ് എടുക്കുവാണെങ്കിൽ സിഗ്മ 1 dr, നമ്മൾ ഈ ഒരു ആംഗിൾ സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ വരുന്നത് സിഗ്മ 1 dr sin phi ആണ്, പ്ലസ് സിഗ്മ 1 dr cos phi ആണ്. അടുത്ത ഡൗൺ സ്ട്രീം സൈഡ് എടുക്കുവാണെങ്കിൽ സിഗ്മ 1 ds sin phi. ഇത് രണ്ടും നിങ്ങൾക്ക് റിസോൾവ് ചെയ്യുമ്പോൾ കിട്ടും. അപ്പോൾ ഒന്ന് ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കുക. ഓൾറെഡി അല്ല ഇതിൻ്റെ ഒരു കറക്റ്റ് ചെയ്ത ഫിഗർ ഞാൻ നിങ്ങളുടെ ക്ലാസ് നോട്ടിൽ കൊടുത്തിട്ടുണ്ട്, അതൊന്ന് റെഫർ ചെയ്യുക. നമുക്കപ്പോൾ വെർട്ടിക്കലായിട്ട് റിസോൾവ് ചെയ്യാൻ വരുന്ന ഇക്വേഷൻ Pn dy is equal to P ds sin phi plus sigma 1 dr cos phi. ഇനി നമുക്കൊരു സബ്സ്റ്റിറ്റ്യൂഷൻ ഇവിടെ നടത്താം. ഈ dsനും drനെ നമ്മളൊന്ന് dyയുടെ ടേമിലോട്ടൊന്ന് റീപ്ലേസ് ചെയ്യാൻ പോവാം. അതിനുവേണ്ടി ഈ ഫിഗറിൽ നിന്ന് കോസ് ഫൈ എന്ന് പറയുമ്പോൾ ഇതാണ് ഫൈ, കോസ് ഫൈ എന്ന് ഇതിന്റെ അഡ്ജസന്റ് സൈഡ് എന്ന് പറയുന്നത് dr ആണ്. dr ഡിവൈഡഡ് ബൈ അതിന്റെ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് dy സൈഡ് ആണ്. അപ്പോൾ കോസ് ഫൈ ഈസ് ഈക്വൽ ടു dr ബൈ dy എന്ന് കിട്ടും. സിമിലർലി നമുക്ക് സൈൻ ഫൈയെ ds ബൈ dy എന്ന് എടുക്കാം. അതിനെ നമ്മൾ dr ടേമിലോട്ട് മാറ്റി dr ഈസ് ഈക്വൽ ടു dy കോസ് ഫൈ, ds എന്ന് പറയുന്നത് dy സൈൻ ഫൈ. അപ്പോൾ ഈ dr ഉം ds ഈക്വേഷനിലുണ്ട്, ds dr ഇതിനെ ഈ ഒരു ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുക. റീപ്ലേസ് ചെയ്ത് നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ എല്ലാത്തിനകത്തും കോമൺ ആയിട്ട് ഡിവൈയുടെ ടേം ഉണ്ട്. ഡിവൈയുടെ ടേം എല്ലാം ക്യാൻസൽ ആയിപ്പോൾ ബാക്കി വരുന്നത് Pn ഈസ് ഈക്വൽ ടു P സൈൻ സ്ക്വയർ ഫൈ പ്ലസ് സിഗ്മ 1 കോസ് സ്ക്വയർ ഫൈ. നമുക്ക് വേണ്ടത് പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്, ദാറ്റ് ഈസ് സിഗ്മ 1. അപ്പോൾ അതിനെ റിസോൾവ് ചെയ്യുക. സിഗ്മ 1 ഈസ് ഈക്വൽ ടു Pn മൈനസ് P സൈൻ സ്ക്വയർ ഫൈ ബൈ കോസ് സ്ക്വയർ ഫൈ. അപ്പോൾ Pn ബൈ കോസ് സ്ക്വയർ ഫൈ നമുക്ക് എഴുതാം Pn സിക്സ് സ്ക്വയർ ഫൈ മൈനസ് P സൈൻ സ്ക്വയർ ഫൈ ബൈ കോസ് സ്ക്വയർ ഫൈ, സൈൻ സ്ക്വയർ ഫൈ ബൈ കോസ് സ്ക്വയർ ഫൈ റീപ്ലേസ് ചെയ്ത് ടാൻ സ്ക്വയർ ഫൈ എന്ന് എഴുതാം. അപ്പം നമ്മളുടെ ഇക്വേഷൻ കിട്ടുന്നത് പ്രിൻസിപ്പൽ സ്ട്രെസ് സിഗ്മ 1 ഈസ് ഈക്വൽ ടു Pn സിക്സ് സ്ക്വയർ ഫൈ മൈനസ് P ടാൻ സ്ക്വയർ ഫൈ. ഇനി സിഗ്മ 1 പ്രിൻസിപ്പൽ സ്ട്രെസ് ആണ്, Pn എന്ന നോർമൽ സ്ട്രെസ് ആണ്, P എന്ന് പറയുന്നത് താഴത്തെ വാട്ടർ മൂലം ഉണ്ടാവുന്ന ഇന്റൻസിറ്റി ഓഫ് പ്രഷർ ആണ്. അപ്പൊ ഇതിൽ നിന്ന് വേറൊരു ഡെറിവേഷൻ ഒരു ഇക്വേഷനിലോട്ട് നമുക്ക് പോവാം. ഈ P ടെയിൽ വാട്ടർ അവിടെ സപ്പോസ് ആ ഡാമിന്റെ താഴെ ഡൗൺ സ്ട്രീം സൈമിൽ വാട്ടർ ഒന്നും ഇല്ലെങ്കിൽ P എന്ന് പറയുന്ന ടേം 0 ആയിട്ട് പോകും. അപ്പൊ നമുക്ക് ഇക്വേഷൻ എങ്ങനെ എഴുതാം? സിഗ്മ 1 ഈസ് ഈക്വൽ ടു Pn സിക്സ് സ്ക്വയർ ഫൈ. ഇവിടെ സിക്സ് സ്ക്വയർ ഫൈ മാത്രമേ കിട്ടത്തുള്ളൂ. അപ്പൊ നമ്മളുടെ പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ ഫോർമുല എന്ന് പറയുന്നത് സിഗ്മ 1 ഈസ് ഈക്വൽ ടു Pn സിക്സ് സ്ക്വയർ ഫൈ മൈനസ് P ടാൻ സ്ക്വയർ ഫൈ ഇഫ് the tail water is available. If there is no tail water, P will be 0 and the principal stress becomes sigma 1 is equal to Pn 6 square phi. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന്റെ ഇക്വേഷൻ. അപ്പോൾ ഇക്വേഷൻ കാണാതെ പഠിച്ചു വെച്ചിരിക്കുക. പ്രിൻസിപ്പൽ സ്ട്രെസ് നോർമൽ സ്ട്രെസ് ഇൻറ്റു സിഗ്മ 6 സ്ക്വയർ ഫൈ. മൂവിങ് ടു ദ ഷിയർ സ്ട്രെസ്. അപ്പൊ നേരത്തെ ആദ്യമേ പ്രിൻസിപ്പൽ സ്ട്രെസ്സിന് നമ്മൾ വെർട്ടിക്കൽ ആയിട്ട് റിസോൾവ് ചെയ്തു. ഇനി ഷിയർ സ്ട്രെസ് കാണാൻ വേണ്ടി നമ്മൾ അതിനെ ഹൊറിസോണ്ടൽ ആയിട്ട് റിസോൾവ് ചെയ്യുക. ഹൊറിസോണ്ടൽ ആയിട്ട് റിസോൾവ് ചെയ്യുമ്പം ഇവിടെ ടോ എന്ന് പറയുന്നത് ഷിയർ സ്ട്രെസ് ആണ്. അപ്പൊ അവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് ടോ ഇൻറ്റു dy.
ഇപ്പോൾ ടോ ഡി വൈ is equal to അപ്സ്ട്രീമിലോട്ട് ആക്ട് ചെയ്യുന്ന ഫോഴ്സ്, ഡൗൺ സ്ട്രീം ഫോഴ്സ് നമുക്ക് എഴുതുമ്പോൾ σ1 dr sin φ മൈനസ് പി ഡി എസ് കോസ് ഫൈ. മൈനസ് വരാൻ കാരണം ഈ ടോ എന്ന് പറയുന്നത് അപ്സ്ട്രീമിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. σ1 dr എന്ന് പറയുന്നത് അതിൻ്റെ ആരോ നമ്മൾ റിസോൾവ് ചെയ്യുമ്പോൾ ഇത് ഡൗൺ സ്ട്രീം, ഇവിടെ നമ്മൾ ഈ ഹൊറിസോണ്ടലായിട്ട് റിസോൾവ് ചെയ്യുമ്പോൾ ഇവിടെ അപ്സ്ട്രീമിലോട്ടാണ് ആക്ട് ചെയ്യുന്നത്. അതാണ് മൈനസ് സൈൻ അവിടെ വന്നിരിക്കുന്നത്. നമ്മൾ നേരത്തെ എഴുതിയതുപോലെ തന്നെ നമ്മൾ അവിടെ റിസോൾവ് ചെയ്യുവാണെങ്കിൽ ഈ ഡി ആറിന് സബ്സ്റ്റിറ്റ്യൂഷൻ, ഡി എസിന് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമ്മളുടെ ടോ എന്ന് പറയുന്നത് ടോ ഈസ് ഈക്വൽ ടു σ1 മൈനസ് പി കോസ് ഫൈ ഇൻറ്റു സൈൻ ഫൈ എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങളൊന്ന് ഒരു തവണ ഒന്ന് എഴുതി നോക്കുക. ദെൻ കോസ് ഫൈ ഈസ് ഓൾറെഡി നമ്മൾ പറഞ്ഞു, കോസ് ഫൈ സൈൻ ഫൈ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഇക്വേഷൻ നോക്കുക. ടോ ഈസ് ഈക്വൽ ടു σ1 മൈനസ് പി ഇൻറ്റു കോസ് ഫൈ സൈൻ ഫൈ. ഇവിടെ σ1നെ നമുക്ക് ആദ്യമേ ഒരു ഇക്വേഷൻ കിട്ടി, ഏത് പി എൻ സിക്സ് സ്ക്വയർ ഫൈ മൈനസ് പി ടാൻ സ്ക്വയർ ഫൈ. അപ്പോൾ σ1ന്റെ പകരം നമുക്ക് ഈ ഒരു ഇക്വേഷൻ അതിൻ്റെ പ്രിൻസിപ്പൽ സ്ട്രെസിന്റെ ഇക്വേഷൻ വെച്ച് റീപ്ലേസ് ചെയ്യുക, മൈനസ് പി ഇൻറ്റു കോസ് ഫൈ സൈൻ ഫൈ. ഇനി ഇതിനെ നമ്മൾ സോൾവ് ചെയ്യുമ്പോഴത്തേക്കും we get the final equation as tau is equal to pn minus p into tan phi. ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ പി എന്ന് പറയുന്ന താഴത്തെ വാട്ടർ പ്രഷർ ആണ്. അപ്പോൾ ടെയിൽ വാട്ടർ ഇല്ലെങ്കിൽ നമ്മളുടെ അവിടുത്തെ ഡൗൺ സ്ട്രീം സൈഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് tau is equal to pn tan phi എന്ന് ഇക്വേഷൻ എഴുതാൻ പറ്റും. ഇനി ആദ്യം പറഞ്ഞ രണ്ട് കേസിൽ ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് ദ ഇക്വേഷൻ ഫോർ ഷിയർ സ്ട്രെസ് ഈസ് ആപ്ലിക്കബിൾ ബോത്ത് ഫോർ അപ്സ്ട്രീം ആൻഡ് ഡൗൺ സ്ട്രീം സൈഡ്, ബട്ട് ദിസ് ഇക്വേഷൻ principal stress and equation can only applied for upstream and downstream side, but shear stress equation is only applicable for downstream side only. This is the derivation for principal stress and shear stress. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത വേറൊരു ഡെറിവേഷൻ പഠിക്കാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ രണ്ടും ഡയറക്റ്റ് ഫോർമുലാസും കൂടെ കാണാതെ പഠിച്ചു വരിക. ഷിയർ സ്ട്രെസ്സിൻ്റെ ഫോർമുലയും പ്രിൻസിപ്പൽ സ്ട്രെസ്സിൻ്റെ ഫോർമുലയും കാണാതെ പഠിച്ചു വെച്ച് ഇരിക്കുക.